ഹലോ, ഉടമ്പടിയെക്കുറിച്ച് പറയാൻ വന്നതാട്ടോ. ഉടമ്പടിയെക്കുറിച്ച് ഒത്തിരി പേര് DM മെസ്സേജ് അയച്ചു ചോദിച്ചു. അപ്പോൾ ഓരോ ആൾക്കും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നതിൽ ഏറ്റവും ബെറ്റർ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ഓർത്ത് വന്നതാട്ടോ. ഞാൻ പറഞ്ഞു 2021 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ പോയത്. പിന്നെ അങ്ങനെ അന്നേരം കൊറോണ ടൈമായിട്ട് അതൊക്കെ അടഞ്ഞെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഉടമ്പടി എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി ലൈഫിൽ തന്നെയാണ് എപ്പോഴും. അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളൊരു 3 മാസത്തേക്ക് നമ്മുടെ ആ നിയമങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം നമ്മൾ എടുക്കുന്ന കാര്യമല്ല. ഉടമ്പടി ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ ആ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ കൂടെ ഉണ്ടാവും. മാതാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ എന്താവശ്യങ്ങളിലും നമുക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒന്നും വരത്തില്ല എന്നല്ല, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പാർട്ടാണ്. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വരും. പക്ഷെ ഇതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു പവർ അല്ലെങ്കിൽ ഒരു ശക്തി നമുക്ക് ദൈവം തരുമെന്നുള്ളതാണ്. അപ്പോൾ ഉടമ്പടി നമ്മുടെ ഒരു ജീവിതത്തിന്റെ ലൈഫിലെ പാർട്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിത ശൈലിയാണ്. പിന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ മാതാവില് നമ്മൾ കൃപാസനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകത, ഞാൻ എല്ലാ പള്ളികളിലും പോയി പ്രാർത്ഥിക്കുന്ന ആളാട്ടോ. ഞാൻ കൃപാസനത്തിൽ പോകുമ്പോൾ അർത്തങ്കൽ പള്ളിയിൽ പോവും, അതുപോലെ എല്ലായിടത്തും പോവും. മാതാവിന്റെ പള്ളികളിലും ഈശോയുടെ പള്ളികളിലൊക്കെ ഞാൻ പോവും. പക്ഷെ നമുക്ക് കൃപാസനത്തിൽ പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഷോർട്ടനിങ് ആട്ടോ. നമ്മുടെ നിയമങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടും. നമ്മൾ സമയ ചുരുക്കത്തിന്റെ അമ്മ എന്ന് പറയുന്നത് വളരെ സത്യമുള്ള കാര്യമാണ്. എൻ്റെ ജീവിതാനുഭവമാണ്. ജീവിതത്തിൽ OET പാസ്സായതല്ല, ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ OET പാസ്സായി ഇവിടെ വന്ന് OSCE എന്ന് പറഞ്ഞ എക്സാം ഭയങ്കര ടഫുള്ളൊരു എക്സാം ആയിരുന്നു. ഞാൻ വന്ന സമയത്ത് ഭയങ്കര ഒരു ടഫുള്ള എക്സാം ആയിരുന്നു. ആ OSCE ഞാൻ ഓവർകം ചെയ്തു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അത് കഴിഞ്ഞ് ഇവിടെ ജോലി കിട്ടി. ഇപ്പം ഞാനിവിടെ വന്നിട്ട് 4 വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോഴത്തേക്ക് ഞാനിവിടെ UK വീട് മേടിച്ചു. ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. ഉടമ്പടിയിൽ ജീവിച്ചതിൽ കിട്ടിയ അനുഗ്രഹങ്ങളാണ്, ഒന്നും എൻ്റെ കഴിവാലല്ല. അതുപോലെ തന്നെ ആ തിരി കളർ മാറിയത് അതൊരു എൻ്റെ ലൈഫിലൊരു വലിയ മിറാക്കിളാണ്. മറ്റുള്ളവർ കുറേ പേരൊക്കെ പറയും, തിരി കുറേ കഴിയുമ്പോൾ കളർ മാറും, തിരിയുടെ കളർ കുറഞ്ഞു പോവും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ തിരി വേറൊരു കളറായില്ല? എന്തുകൊണ്ട് അത് ഗ്രേ കളർ തന്നെയായി? മാതാവിന്റെ സിൽവർ ഗ്രേ തന്നെയായി. അപ്പം അത് ഞാൻ അടയാളം ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് കാണിച്ചു തന്നതാണ്. എൻ്റെ കൂടെയുണ്ട് എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്ന. മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ബ്ലെസ്സിങ്സ് എനിക്ക് മാത്രമല്ല, എൻ്റെ ചുറ്റിലും നിൽക്കുന്നവർക്കെല്ലാം ദൈവം അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വിശ്വാസമാണ്. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നമ്മൾ ദൈവമഹത്വം കാണും. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ പല രീതിയിൽ പല അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഇതിലും വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കൃപാസനത്തിലെ ഉടമ്പടി സാക്ഷി എടുത്ത് കേൾക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതൊന്നും ഒരു അത്ഭുതമായിട്ട് തോന്നത്തേയില്ല. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ കൃപാസനത്തിൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവം അത് പൂർത്തീകരിക്കുന്നു. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്, എന്തൊരു ഇതിലാണെങ്കിലും നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് നടക്കുന്നത്. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.